ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും, ചില സമയത്ത് മാത്രം നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുക, ബാക്കിയുള്ള സമയത്തൊക്കെ ഒരു സ്ട്രേഞ്ചറിനെ പോലെ നമ്മളോട് പെരുമാറാം. ഈ രീതിയിലുള്ള പെരുമാറ്റം സ്ത്രീകളിൽ നിന്ന് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൽ നിന്നൊക്കെ. ശരിക്കും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പിൽ ഒരുതരം കൺഫ്യൂഷനാണ് ഉണ്ടാവുന്നത്. എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾക്ക് എന്നോട് ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ പിന്നെയും അവൾ എന്തിനാണ് എൻ്റെ ലൈഫിൽ തുടരുന്നത്? ഈ രീതിയിലുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു 80% ഈ രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളോട് പെരുമാറുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. സോ നിങ്ങളുടെ വൈഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടിപ്പം പഴയ പോലെ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടമായിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് എന്നോട് ഇപ്പം ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൈനുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഒരു സൈനാണ് ഒരു കാര്യത്തിനും അവർ ഇനീഷ്യേറ്റീവ് എടുക്കില്ല എന്നുള്ളത്. അതായത് നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം നമ്മളത് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും രണ്ട് സൈഡിലും ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കുമോ? ഇല്ല. നമ്മൾ രണ്ടുപേരുടെ സൈഡിൽ നിന്നും കുഞ്ഞു കുഞ്ഞു രീതിയിലാണെങ്കിൽ പോലും ചെറിയ എഫേർട്ടുകൾ നമ്മൾ അതിൽ ഇടേണ്ടി വരും. അതായത് നമ്മൾ വിളിച്ച് സംസാരിക്കുക, അതൊന്നും നമുക്കൊരു എഫേർട്ടായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ എങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിൽക്കേണ്ടി വരും. ആ രീതിയിൽ രണ്ട് പേരുടെ സൈഡിൽ നിന്നും ഒരേ രീതിയിലുള്ള എഫേർട്ടുകൾ ഒരു റിലേഷൻഷിപ്പിന് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഹസ്ബൻഡാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, ഹസ്ബൻഡാണ് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ മറ്റേ പീരീഡിൽ വൈഫായിരിക്കും ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡേ ടു ഡേ ലൈഫ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ നമ്മൾ വൈഫ് അങ്ങോട്ട് വിളിച്ചു, ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ള റിലേഷൻ ആണെങ്കിൽ ഇപ്പോൾ രാവിലെ വൈഫ് അങ്ങോട്ട് വിളിച്ചു, കുറേ നേരം കഴിഞ്ഞിട്ട് വൈഫിൻ്റെ കോളൊന്നും ഉച്ചയ്ക്ക് കാണാനില്ല. അപ്പോൾ ആ സമയത്ത് മേ ബി ഹസ്ബൻഡ് ആയിരിക്കും ഇങ്ങോട്ട് വിളിക്കുന്നത്. ആ രീതിയിലായിരിക്കും ആ ഒരു റിലേഷൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ വൈഫിന് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് ഒട്ടും ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്ന് അറിയാൻ താല്പര്യം കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ല. അവരുടെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള ഇനീഷ്യേറ്റീവും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിപ്ലൈസ് ആണ്. അതായത് ഇപ്പം നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള റിപ്ലൈസ് ആയിരിക്കും അവർ നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരക്കുള്ള ആളുകളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ഇപ്പോൾ ചിലപ്പം ചില ആളുകൾ ബിസി ആയതുകൊണ്ട് കോൾ എടുക്കാൻ കഴിയാത്തവരും അതേപോലെ മെസ്സേജിന് ടൈമിന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്തവരും ഉണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് തിരക്കൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ എല്ലാ ടൈമിലും ഒരാൾ ബിസി ആയിരിക്കില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ അവർക്ക് തിരക്കൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഓൺലൈനിൽ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് റിപ്ലൈ തരുന്നത് ലേറ്റ് ആയിട്ടാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ നിങ്ങളെ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ എത്രയോ താഴെയാണ് നിങ്ങളെന്നുള്ളതാണ്. ഒരാൾക്ക് നമ്മളോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നതിൻ്റെ ഏറ്റവും വലിയ സൈനാണ് അവരുടെ പ്രയോറിറ്റീസിൽ മാറ്റങ്ങൾ വരിക എന്നുള്ളത്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്ന ആളെ എപ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ നിങ്ങളുടെ വൈഫ് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നത് കുറവാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം, അവൾക്ക് നിങ്ങളോടിപ്പം പഴയ പോലെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നതെന്ന്. ഇനി മൂന്നാമത്തെ കാര്യം, അവർ നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതിനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് ഇതെങ്ങനെയെങ്കിലും പഴയ പോലെ ആക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രിപ്പ് പോവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്കിന് പോവാം, അല്ലെങ്കിൽ ഒരു ഡേറ്റിന് പോവാം, എന്നിട്ട് നമുക്ക് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാന്നുള്ള രീതിയിൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചാൽ പോലും അവർ ആ പ്ലാനുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ അവരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പറ്റില്ല, ഇന്ന് ഞാൻ കുറച്ച് തിരക്കാണ്, അല്ലെങ്കിൽ ഇന്ന് വേറെ ഒരു പരിപാടി ഉണ്ട്, എനിക്ക് വർക്കുണ്ട്, ഈ രീതിയിൽ എപ്പോഴും എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് ആ ഒരു മീറ്റിങ്ങിനെ അവർ ഒഴിവാക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും.
പൊതുവെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കൂടെ മാക്സിമം എത്ര നേരം അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ അത്രയും നേരം ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സ്ത്രീകൾ. അപ്പൊ സ്ത്രീകളുടെ സൈഡിൽ നിന്നും ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ കഴിയും അവർക്ക് നിങ്ങളോടൊരു താല്പര്യം ഇല്ല എന്നുള്ളത്. കാരണം ഒരിക്കലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമുക്ക് സ്നേഹിക്കുന്ന ഒരാള് അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ വിളിക്കുന്ന സമയത്ത് ഒരിക്കലും അവര് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാലും അതിനവർ പോകും. ഒരിക്കലും അവർ അതിന് വേണ്ട എന്ന് പറയില്ല. സോ അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതായത് നമ്മളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തൊരു പ്ലാൻ ഇടുക എന്നുണ്ടെങ്കിൽ പോലും അവരതിനെ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുന്നു എങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി 4ാമത്തെ കാര്യം ക്യൂരിയോസിറ്റി ആണ്. അതായത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് എപ്പോഴും അവൾ ക്യൂരിയസ് ആയിരിക്കും. അതായത് അവരുടെ ലൈഫിൽ, അതായത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഹസ്ബൻഡ് ഇന്ന് ആരെയൊക്കെയാണ് മീറ്റ് ചെയ്തത്, അവർക്ക് എന്തൊക്കെയാണ് ചെയ്തത്, അവരുടെ ഡെയിലി റൂട്ടീൻ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വളരെയധികം നമ്മൾ താല്പര്യം കാണിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരക്കാർ ഇപ്പോഴും ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, അവരൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇന്ന് നീ എവിടെയാണ് പോയത്, നീ ആരുടെ കൂടെയൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്, എന്തൊക്കെയായിരുന്നു നിന്റെ ഡെയിലി റൂട്ടീൻ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു സംശയത്തോടു കൂടിയല്ല, നോർമലി അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വരുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അതും മീൻ ചെയ്യുന്നത് ആ ഒരു സ്ത്രീക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്ന് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് എപ്പോഴും അവൾ സ്നേഹിക്കുന്ന ആളുടെ ലൈഫിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിൻ്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായി ജോലി കാര്യങ്ങൾ, അവിടുത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടേക്ക് എന്തൊക്കെ സംഭവിച്ചു, വീട്ടിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് പുതിയതായി നടക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ അവർക്ക് അറിയാൻ വളരെയധികം താല്പര്യം കാണിക്കും, അവർ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അവർ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാനോ ഒന്നും താല്പര്യം കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ അവർ നിങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യാണ് നിങ്ങളുടെ കാര്യങ്ങൾ. അപ്പോഴും ഇവർ എന്നുള്ള രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇനി 5ാമത്തെ കാര്യം, അവളുടെ ബിഹേവിയർ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എന്താണ് ഈ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്? ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളിപ്പം നമ്മൾ ഒരാൾക്ക് സ്നേഹം കൊടുക്കുന്നതിനെ ഒരേ രീതിയിൽ കൊടുക്കാതെ ഒരു സമയത്ത് ഒരുപാട് സ്നേഹം കൊടുക്കുന്നു, എന്നാൽ പിറ്റേ ദിവസം ഒരു സ്ട്രേഞ്ചറിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ ലവ് കൊടുക്കുന്നതിൽ വരുന്നതിനെയാണ് നമ്മൾ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് കൺസിസ്റ്റൻസി ഇല്ലാത്ത സ്നേഹം. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളുടെ ഒരു പെരുമാറ്റ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അധിക സമയം നിങ്ങളോടൊരു സ്ട്രേഞ്ചറിനെ പോലെ ആയിരിക്കും പെരുമാറുന്നത്. ചില സമയത്ത് അവർക്ക് നിങ്ങളുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ഭയങ്കര സ്നേഹം കാണിക്കുകയും അത്തരത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്യും. ഇനിയിപ്പോൾ അതല്ല, ഇപ്പം നിങ്ങൾ അവരോട് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പെരുമാറി അങ്ങനെ ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളോടൊരു സഹതാപമൊക്കെ തോന്നിയിട്ട് നിങ്ങളോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറിയേക്കാം. പക്ഷേ ഇതിനൊന്നും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഇന്ന് അവർ സ്നേഹത്തോടെ പെരുമാറി കഴിഞ്ഞാൽ നാളെ അവർ ആ രീതിയിലായിരിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഉണ്ടാവില്ല. നാളെ ചിലപ്പോൾ അവർ നിങ്ങളോട് പെരുമാറുന്നത് ഒരു സ്ട്രേഞ്ചറിനെ പോലെ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു സ്ത്രീക്ക്, നിങ്ങളുടെ വൈഫിന് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള സൈനുകൾ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ ഇഗ്നോർ ചെയ്യരുത്. കാരണം ഇത് നിങ്ങൾക്ക് ഉള്ള ഒരു വാർണിംഗ് ആയിട്ട് നിങ്ങൾ കാണണം. കാരണം ഇതിൽ നിന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത്. മേ ബി നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ ഇൻട്രസ്റ്റ് നിങ്ങളിലുള്ളത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള
വേറെ അഫയേഴ്സോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ടായിരിക്കാം. അതെന്താണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ ചെയ്യേണ്ടത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓക്കെ അല്ല, അല്ലെങ്കിൽ അവർ ഓക്കെ ആവാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ഇത് കാണിക്കുക എന്നുള്ളതാണ്. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നും അതുപോലെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.